ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി എജു മന്ത്ര. ഇന്ന് നമുക്ക് ഹിന്ദി കവിത അകാൽ ഓർ ഉസ്കെ ബാദ് എന്താണെന്ന് നോക്കാം. ഈ കവിതയുടെ ലേഖകൻ നാഗാർജുനാണ്. ഈ കവിത SCRT സിലബസിലെ 10th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുവാനുള്ള കവിതയാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ലേഖക പരിചയം. ആദ്യം തന്നെ നമുക്ക് നാഗാർജുനെ കുറിച്ച് നോക്കാം. നാഗാർജുൻ കാ ജന്മ 1911 ईस्वी में हुआ. 1911 नागार्जुन जनिച്ചത്. नागार्जुन की कविता सहज बोधगम्य और आम आदमी की कविता होती है. അദ്ദേഹത്തിന്റെ കവിത എപ്പോഴും സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കവിതയാണ്. അദ്ദേഹത്തിന്റെ കവിത എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ പ്രോബ്ലംസുകൾ മനസ്സിലാക്കി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹം കവിതകൾ സൃഷ്ടിക്കുമായിരുന്നു. വഹ് ജന കവി ഹെ, ജനങ്ങളുടെ കവിയാണ്. ജനതാക്കെ കവി കോ കോയി വൈഭവശാലി സാമ്രാജ്യ ഭി പ്രലോഭൻ പ്രഭാവ് യാ ദബാവ് മേ നഹീം ലാ സക്ത. ഇപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ജനകവി, ജനതാക്കെ കവി, ജനങ്ങളുടെ പ്രോബ്ലംസ് സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ ധൈര്യമുള്ള ഒരു കവിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആ ധൈര്യം ആർക്കുണ്ട്? നമ്മുടെ നാഗാർജുനുണ്ട്. വൈഭവശാലി സാമ്രാജ്യ ബി പ്രലോഭൻ, അദ്ദേഹം അങ്ങനെ ധൈര്യശാലിയായ ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ ശബ്ദമുയർത്തുന്ന, കവിതയിലൂടെ ശബ്ദമുയർത്തുന്ന അങ്ങനെ ഒരു കവിയാണ് നമ്മുടെ നാഗാർജുൻ. ആരുടെ പ്രലോഭനങ്ങൾക്കോ അടിച്ചമർത്തലുകൾക്കോ അദ്ദേഹം ഒരിക്കലും അകപ്പെട്ടിരുന്നില്ല. ഓക്കെ, അതാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കവിതാ സംഗ്രഹം എന്തൊക്കെയാണെന്ന് നോക്കാം. യുഗധാര, സത്രംഗേം പങ്കോ വാലി, പ്യാസി പത്രായി ആംഗെ, താലാബ് കി മछलियां, तुमने कहा था खिचड़ी विप्लव देखा हमने, हजार हजार बाहों वाली पुरानी जूतियों का कोरस, रत्नगर्भ, ऐसे भी हम क्या ऐसे भी तुम क्या, आखिर ऐसा क्या कर दिया मैंने इस गुब्बारे की छाया में, भूल जाओ पुराने सपने अपने गीत में. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ കവിതാ സംഗ്രഹം എന്ന് പറയുന്നത്. അദ്ദേഹം വേറെയും ഒരുപാട് രചനകൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് കവിതയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതുകൊണ്ട് കവിതാ സംഗ്രഹം മാത്രം നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിന്റെ കവിതാ സംഗ്രഹം എന്ന് പറയുന്നത്. നമുക്കിനി അകാൽ ഓർ ഉസ്കെ ബാദ്, അതാണ് നമ്മുടെ കവിതയുടെ പേര്. അകാൽ ഓർ ഉസ്കെ ബാദ്. ലേഖകാണ് നാഗാർജുൻ. നോക്കിയ വളരെ ചെറിയ കവിതയാണ്. 8 ലൈനേ ഉള്ളൂ. ആകെ 8 ലൈൻ മാത്രമേ ഈ കവിതയ്ക്കുള്ളൂ. പക്ഷേ ഒരുപാട് മീനിങ് ഉണ്ട്. ഒരുപാട് മീനിങ് ഈ കവിതയുടെ ഉള്ളിൽ അടഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് ഈ കവിത. വേർഡ്സ് വളരെ എളുപ്പമാണ്, പക്ഷേ കവിത വളരെ ടഫാണ്. നമുക്ക് നോക്കാം. അകാൽ ഓർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ എന്താ? പട്ടിണി, അകാൽ ക്ഷാമം എന്നൊക്കെ നമുക്ക് പറയാം. ക്ഷാമം വന്നു, നമുക്ക് പട്ടിണിയായി. ആ സമയത്ത് ഉള്ള ആ സിറ്റുവേഷനും ഉസ്കെ ബാദ് നമുക്ക് ക്ഷാമം വന്നു, ദാരിദ്ര്യം വന്നു, ദാരിദ്ര്യം എന്നൊക്കെ നമുക്ക് പറയാം. ദാരിദ്ര്യം വന്നു, അതിനുശേഷവും ദാരിദ്ര്യത്തിന്റെ സമയത്തുമുള്ള കാര്യങ്ങളാണ് ഈ ലൈനിൽ പറയുന്നത്. ആദ്യത്തെ 4 ലൈനിൽ ദാരിദ്ര്യം വന്നപ്പോഴുള്ള അവസ്ഥ, അടുത്ത 4 ലൈൻ ഉസ്കെ ബാദ് ദാരിദ്ര്യത്തിന് ശേഷം, അകാൽ അതിന് ശേഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം, അതായത് ഈ കവിതയിലൂടെ കാണിക്കുകയാണ്. നമ്മുടെ ജീവിതം നമ്മുടെ മാത്രമല്ല, ഈ കവിത വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നോക്കാം, കവിതയിലേക്ക് പോവാം. കൈ ദിനോം തക് ചൂൽഹ രോയ ചക്കി രഹി ഉദാസ്. അതാണ് കൈ ദിനോം തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കൈ ദിനോം തക് ലഗി ബീത് പർ ചിപ്കലിയോं की കസ്ത്, കൈ ദിനോം തക് ചൂഹോं की भी हालत रही शिकस्त. ഒന്ന് നോക്കി, ആദ്യത്തെ ലൈനിൽ പറയുന്നു കൈ ദിനോം തക് ചൂൽഹ രോയ ചക്കി രഹി ഉദാസ്. നമ്മൾ കൈ ദിനോം തക് ഒരുപാട് ദിവസങ്ങളായി, ചൂൽഹ എന്ന് വെച്ചാൽ നമ്മുടെ അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? അടുപ്പ് കത്തിക്കുന്നില്ല. നമ്മൾ അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരണം? നമുക്ക് ക്ഷാമം മാറി ക്ഷേമം ഉണ്ടാവണം, അല്ലേ? നമുക്ക് ഒരുപാട് എന്താ പറയുക, ദാരിദ്ര്യം മാറി നമ്മൾ സന്തോഷത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളുടെ അടുപ്പ് പുകയുള്ളൂ. അപ്പോൾ കൈ ദിനോത്തൊക്കെ ചൂൽഹ രോയ, ചൂൽഹ കരയുന്നു, കുറേ കാലമായി ഈ അടുപ്പ് പുകഞ്ഞിട്ട്. ചക്കി രഹി ഉദാസ്, ചക്കി നമ്മൾ എന്തെങ്കിലും പീസിന് ചക്കി എന്താണ്? നമ്മൾ പൊടിക്കുന്ന സാധനം. അപ്പോൾ ആട്ടയൊക്കെ പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ പൊടിക്കുന്ന ആ സാധനം കുറേ ദിവസമായി ഉദാസീനതയിലാണ്, ഉദാസമായിട്ട് വളരെ സങ്കടത്തോടെ ഇരിക്കുന്നു. കാരണം അതിന് വർക്കില്ല. ചക്കിക്ക് ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ എന്താണ്? അകാലാണ്. അവിടെ
അവിടെ ദാരിദ്ര്യമാണ്. കയി ദിനോ തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. അപ്പൊ ഈ ചക്കിയുടെ അടുത്തും ചൂൽഹയുടെ അടുത്തൊന്നും ഈ കുത്തിയയ്ക്ക് വരാൻ പറ്റില്ല. കുത്തയുടെ സ്ത്രീലിംഗാണ് കുത്തിയ എന്ന് പറയുന്നത്. അപ്പോൾ കുത്തിയയ്ക്ക് ഒരു ഡോഗിന് ഒരിക്കലും എവിടേക്ക് വരാൻ പറ്റില്ലായിരുന്നു? ചൂൽഹയുടെ അടുത്തോ അല്ലെങ്കിൽ ചക്കി ആട്ട പീസ് ചെയ്യുമ്പോൾ, ആട്ട പൊടിക്കുമ്പോൾ അതിനടുത്തൊന്നും വരാനായിട്ട് ആദ്യം കഴിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ കാനി നാമക് കുത്തിയ എന്നാണ് പറയുന്നത്. കുത്തിയുടെ പേരാണ് കാനി. സോയി ഉൻകെ പാസ്. ആരുടെ അടുത്ത്? ഈ ചൂൽഹയുടെയും ചക്കിയുടെ അടുത്ത് ആര് ഉറങ്ങുന്നു? നമ്മുടെ കാനി കുത്തിയ. കൈ ദിനോന്തക്ക് ലഗി ബീത് പർ ചിക്കലിയോ കി ഖസ്ത്. ഒരുപാട് ദിവസമായി എന്തൊക്കെയോ പ്രതീക്ഷിച്ച് എന്തെങ്കിലും കിട്ടാനായിട്ട് ആര്? നമ്മുടെ ദീവാർ, നമ്മുടെ ചുമരിൽ ആരലഞ്ഞുകൊണ്ടിരിക്കുന്നു? ചിപ്കലിയാം, പല്ലികൾ ചുമരിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഭക്ഷണം കിട്ടാനായിട്ട്. കാരണം പല്ലികൾക്ക് എങ്ങനെയാ ഭക്ഷണം കിട്ടുന്നത്? ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മാത്രമേ ആ വീട്ടിൽ ദാരിദ്ര്യം കുറയുള്ളൂ. ദാരിദ്ര്യം കുറഞ്ഞാൽ മാത്രമേ ആ വീട്ടിൽ വിളക്ക് കത്തുകയുള്ളൂ. വിളക്ക് കത്തണമെങ്കിൽ എണ്ണ വേണം. എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ പ്രാണികൾ വരുള്ളൂ, അല്ലെ? കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വരും വിളക്ക് കത്തുമ്പോൾ. ആ പ്രാണികളെ പിടിക്കാനാണ് ആര് വരുന്നത്? നമ്മുടെ ചിപ്കലിയാൻ വരുന്നത്. ഇവിടെ ഇപ്പോൾ ദാരിദ്ര്യം അകാലായതുകൊണ്ട്, അകാൽ എന്നുള്ള അവസ്ഥ ആയതുകൊണ്ട് ഈ ചിപ്കലികൾക്ക് കഴിക്കാനൊന്നും കിട്ടുന്നില്ല. കാരണം ആ വീട്ടിൽ എന്തില്ല? വിളക്ക് കത്തുന്നില്ല. വിളക്ക് കത്തിയാൽ മാത്രമേ ചിപ്കലിയുടെ ആഹാരം അവിടെ കിട്ടുകയുള്ളൂ. ഇനി കൈ ദിനോൻ തക് ചൂഹോം കി ബി ഹാലത്ത് രഹി ശികസ്ത്. കുറേ ദിവസമായി ചൂഹ, നമ്മുടെ എലിക്കുട്ടികൾക്കും ഒന്നും ഭക്ഷണം കിട്ടുന്നില്ല. അവരും നിരാശരായിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ എലികൾക്കൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ മനുഷ്യർ മാത്രമല്ല അവിടെ ഉദാസീനതരാവുന്നത്, എല്ലാ ജീവജാലങ്ങളും പട്ടിണിയിലാണ്. മനുഷ്യർക്ക് സന്തോഷം വരുമ്പോഴേ മറ്റുള്ള ജീവജാലങ്ങൾക്കും സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ പട്ടിണി കിടന്നാൽ ആ ഒരാൾക്ക് മാത്രമല്ല, ആ സമൂഹത്തിന് മൊത്തം അത് ബാധിക്കുന്നു എന്നുള്ള ചിന്താഗതി ആർക്ക് വരണം? ഈ ഒരാൾക്ക് വരണം. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ഉയർച്ചയിലെത്താനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് മൊത്തം ഉയർച്ചയിലെത്താനുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന രീതിയായി മാറും. നമ്മൾ ഇവിടെ ഒരുപാട് ഇൻഡയറക്റ്റ് മീനിങ്സ് ഇവിടെ ഉണ്ട്. ഒരാളെ നമ്മൾ സഹായിച്ചാൽ, അയാൾ ഉയർന്നു വന്നാൽ, അയാളിലൂടെ നമുക്ക് നമ്മുടെ സമൂഹം മൊത്തം ഉയർന്നു വരുത്താൻ, ഉയർച്ചയിലെത്തിക്കാൻ നമ്മൾക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾ ഒരാളെയെങ്കിലും നമ്മൾ സഹായിക്കണം. അങ്ങനെ ഒരുപാട് നമുക്ക് ഇതിൻ്റെ പല മീനിങ് ഇതിൽ നിന്നും എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നർ മീനിങ് ആണ് ഈ കവിതയിൽ കൂടുതലുള്ളത്. ദാനേമായേ ഗർക്കെ അന്തർ കൈ ദിനോം കെ ബാദ്. അടുത്ത 4 ലൈൻ നോക്കി. നമ്മൾ അകാലാണ് പറഞ്ഞു, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു, പട്ടിണിയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ചക്കിയുടെ സങ്കടവും ചൂൽഹയുടെ സങ്കടവും അതുപോലെ തന്നെ കുത്തിയയുടെ സങ്കടം, ചിപ്കലിയുടെ, ചൂഹയുടെ എല്ലാം നമ്മൾ പറഞ്ഞു. അടുത്ത 4 ലൈനിൽ ദാനേമായേ, ധാന്യം വന്നു. ദാനേമായേ ഗർക്കെ അന്തർ കൈ ദിനോം ബാദ്. दुआ मुड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवे ने गुजलाई पांखें कई दिनों के बाद. അപ്പൊ നോക്കിയേ, ധാന്യമായ ഗർക്കെ അന്തർ കൈ ദിനോം കെ ബാദ്. ധാന്യങ്ങൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ധാന്യം എവിടേക്ക് വന്നിരിക്കുന്നത്? വീട്ടിനകത്തേക്ക് ധാന്യം കിട്ടിയിരിക്കുന്നത്. ദുആ മുട ആംഗൻ സേ ഊപ്പർ കൈ ദിനോം കെ ബാദ്. മുറ്റത്ത് നമ്മുടെ എന്താണ്? ആംഗൻ സേ ഊപ്പർ കൈ, പുക. അതായത് അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ചൂൽഹ കത്തുന്നു, നമ്മുടെ അടുപ്പ് കത്തി പുക മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ വീട്ടിൽ എന്ത് വന്നിരിക്കുന്നത്? ധാന്യം വന്നിരിക്കുന്നത്. ചമക്കുടി ഗർഭർക്കി ആംഗേൻ കൈ ദിനോം കെ ബാദ്. ചമക്കുടി ഗർഭർക്കി ആംഗേൻ. വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണുകളിൽ തിളക്കമാണ്, സന്തോഷമാണ്. കൗവേനെ ഗുജലായി പാങ്കെ കൈ ദിനോം കെ ബാദ്. കൗവേ കാക്കകൾ
വളരെ സന്തോഷത്തോടെ, വളരെ ആഹ്ലാദത്തോടെ തൻ്റെ ചിറകുകൾ അടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ ധാന്യം വന്നപ്പോൾ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ അകാൽ പട്ടിണി ഉണ്ടായി, അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിച്ചാൽ നമ്മളുടെ കൂടെയുള്ള എല്ലാവരും സന്തോഷിക്കും. അപ്പോൾ ഒരാൾക്ക് സന്തോഷം കിട്ടിയാൽ അതിലൂടെ സമൂഹം മൊത്തം സന്തോഷിക്കും. ഒരാൾക്ക് നല്ലത് ചെയ്താൽ സമൂഹം മൊത്തം ആ ഒരാളിലൂടെ നമുക്ക് സമൂഹത്തിന് മൊത്തം മാതൃകയാവാനായിട്ട് കഴിയും എന്നുള്ള ഒരുപാട് മീനിങ് നമുക്ക് ഈ കവിതയിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കവിതയുടെ സമ്മറിയിലേക്ക് പോവാം. ഈ കവിത ബാബ നാഗാർജുൻ ദ്വാര ലിഖി ഗയി ഹെ. അത് മനസ്സിലായല്ലോ, നാഗാർജുനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇസ് കവിത കാ ശബ്ദാർത്ഥ ബഹുത് സഹജ് ഹെ മഗർ അർത്ഥ ആസാൻ നഹി ഹെ. ഇസ് കവിത കാ കേവൽ ജമീനി കലാകാർ സമജ് സക്തേ ഹെ. അതായത് ഈ കവിത എന്ന് പറയുന്നത് സാധാരണ ശബ്ദാർത്ഥ, കവിതയുടെ ശബ്ദത്തിന്റെ അർത്ഥം വളരെ എളുപ്പമാണ്, പക്ഷേ സാധാരണ രീതിയിലാണ്. പക്ഷേ അതിൻ്റെ ആ കവിതയുടെ ഉള്ളടക്കം മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ആസാൻ നഹി ഹെ. ഇസ് കവിതാക്കോ, ഈ കവിതയെ സാധാരണ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു കലാകാരന് മാത്രമേ ഈ കവിതയെ മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. अकाल और उसके बाद कविता का कवि नागार्जुन है. उनकी कविता में ജനം സാമാന്യ കാ ദുഃഖ ദർദ് ഔർ ഉല്ലാസ് ഹെ. അപ്പൊ നാഗാർജുന്റെ കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കവിതയിൽ സാധാരണ ജനങ്ങളുടെ ദുഃഖങ്ങൾ, വേദനകൾ എന്നുള്ള ഓർ ഉല്ലാസ്, അങ്ങനെ സന്തോഷം ദുഃഖവും നിറഞ്ഞ സാധാരണ ജനങ്ങളുടെ കവിതകളാണ് ആരുടെ കവിത? നാഗാർജുന്റെ കവിത. सारी कविता अपने 8 पंक्तियों में चित्रों के माध्यम से अकाल और उसके बाद की स्थिति की व्यंजना करती है. അതായത് ആകെ ഈ കവിതയിൽ 8 വരികളേ ഉള്ളൂ. ചിത്രോം കെ മാധ്യം സെ, ആ 8 വരികളിലും ഓരോ ചിത്രങ്ങളായിട്ട് നമ്മൾ ഈ കവിതയുടെ, നാഗാർജുൻ്റെ ഈ കവിതയുടെ കവിത ഉള്ള ആ ബുക്കിൽ എപ്പോഴും ചക്കിയുടെ ചിത്രം, അതുപോലെ കവ്വയുടെ ചിത്രം, അതുപോലെ ചൂൽഹയുടെ, അങ്ങനെ ചിത്രങ്ങളുടെ മാധ്യമത്തിലൂടെ കാണാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ അതിൽ അകാൽ ഓർ ഉസ്കെ ബാദ്, അകാൽ ഉണ്ടായി അതിനുശേഷമുള്ള സ്ഥിതിയെ കുറിച്ചുള്ള വർണ്ണനയാണ് കാണാൻ പറ്റുന്നത്. अकाल और उसके बाद कविता में कवि ने बड़े ही मार्मिक ढंग से अकाल और उसके बाद की स्थिति का चित्रण किया गया. വളരെ സ്വാഭാവികമായും വളരെ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലുള്ള ആ വർണ്ണനയാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് കാണിച്ചു തരുന്നത്. इस कविता में कवि ने चूल्हा चौकी जैसे अत्यंत परिचित उपकरणों के माध्यम से अकाल का संकट और उससे उबरने की प्रसन्नता को पूरी तीव्रता और गहराई के साथ रेखांकित किया है. അപ്പോൾ ഈ കവിതയിൽ കവി ചക്കി, ചൂൽഹ എന്നൊക്കെ പറഞ്ഞ് സാധാരണ പരിചയമുള്ള ഉപകരണങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ളത് അല്ലെ. ആ ഉപകരണത്തിലൂടെ അകാൽക്ക സങ്കട്, ഒരു ദാരിദ്ര്യം, പട്ടിണി എന്നുള്ള അവസ്ഥ വരുമ്പോഴുള്ള ആ സങ്കടവും അതിൽ നിന്നും പിന്നീട് മാറ്റം വരുമ്പോഴുള്ള ആ പ്രസന്നതയുടെയും വർണ്ണന വളരെ തീവ്രമായിട്ട് അദ്ദേഹത്തിന്റെ ഈ കവിതയിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. इन 8 पंक्तियों में बाबा ने अकाल और उसके बाद उत्पन्न गृहस्थ जीवन की विषम परिस्थितियों को, तद्गीन सामाजिक पृष्ठभूमि को ध्यान में रखते हुए अपनी पूर्ण समग्रता में चित्रित किया है. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ 8 पंक्तियों में, ഈ 8 വരികളിലും ബാബാനെ അകാൽ ഓർ ഉസ്കെ ബാദ്, പട്ടിണി, ദാരിദ്ര്യം, അതിനുശേഷമുള്ള ഉത്പന്ന ഗൃഹസ്ഥ ജീവൻ കി വിഷം പരിസ്ഥിതിയും, ഒരു ഗാർഹിക ജീവിതത്തിന്റെ വിഷമപരമായിട്ടുള്ള അവസ്ഥയും, തദ്യുഗീൻ സാമാജിക പൃഷ്ഠഭൂമി കോ ധ്യാൻ മേ രക്തേ ഹുയി, അതിൽ സമൂഹത്തിന്റെ ഒരു പൃഷ്ഠഭൂമി നമുക്ക് കാണാൻ പറ്റും. അപ്പനി പൂർണ്ണ സമഗ്രതാമേ ചിത്രത്തിക്കായ അദ്ദേഹം പറയുന്നത്, ഒരു സമൂഹത്തിലെ ഒരു വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ അത് സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്നതായിരിക്കണം. ആ ഒരു വീട്ടിലെ പട്ടിണി നമ്മൾ മാറ്റിയാൽ സമൂഹത്തിന്റെ മൊത്തം പട്ടിണി മാറിയ പോലെ ആയിരിക്കണം എന്നുള്ള ഒരുപാട്
ഉള്ളടക്കം ഈ കവിതയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. സർവമാന്യ സത്യ है कि अकाल के बाद किसी के घर में चूल्हा जलना एक आश्चर्यजनक बात है. अकाल के दिनों में मनुष्य ही नहीं अपितु पशु पक्षी तक भी इसके प्रभाव से वंचित नहीं रह जाते. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? सामान्य सत्य है कि अकाल के बाद किसी के घर में चूल्हा जलने का आश्चर्यजनक बात है അല്ലേ? അകാലിന് ശേഷം ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കുറച്ച് ധാന്യം വരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പട്ടിണി മാറുന്നു. അപ്പോൾ നമ്മൾ സന്തോഷമാവുന്നു. അപ്പോൾ അവിടെ നമ്മുടെ അടുപ്പ് പുകയുന്നു അല്ലേ? अकाल के दिनों में मनुष्य ही नहीं अभी तो पशु पक्षी तक भी इसके प्रभाव से वंचित नहीं रह जाते. പട്ടിണി വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാരെ മാത്രമല്ല ബാധിക്കുന്നത്, പശു പക്ഷികൾ എല്ലാത്തിനെയും തന്നെ അത് ബാധിക്കുന്നു. इस कविता के 2 चरण हैं. ഈ കവിതയിൽ 2 പാർട്ടാണുള്ളത്. 8 पंक्तियों में कवि ने गृहस्थी जीवन के संपूर्ण अभाव की कहानी कह दी है. അതായത് ഗൃഹസ്ഥി ജീവൻ, ഒരു ഗാർഹിക ജീവിതത്തിന്റെ എന്താ പറയാ, ഒരു ഗാർഹിക ജീവിതത്തിന്റെ സമ്പൂർണമായിട്ടുള്ള അഭാവം, അതായത് ആ ജീവിതത്തിന്റെ തോൽവി, ആദ്യമുണ്ടാകുന്ന തോൽവി പിന്നീടുണ്ടാകുന്ന വിജയം, ആ ജീവിതത്തിന്റെ വിജയവും തോൽവിയും ഒരേ തരത്തിൽ പറഞ്ഞ് നമുക്ക് സൂചിപ്പിക്കുകയാണ്. ജബ് അകാൽ ആതാ ഹൈ തോ ക്യാ ഹോതാ ഹൈ. प्रथम 4 पंक्तियों में वही बताया गया है कि तब घर का चूल्हा अनाज के अभाव में नहीं जलता है അല്ലേ? അകാൽ പട്ടിണി, ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആദ്യത്തെ 4 വരിയിൽ അതാണ് അല്ലേ? ഗർക്ക ചൂൽഹ അനാജ് കെ അഭാവമേ നഹീൻ ജൽത്ത അല്ലേ? ധാന്യമില്ലാതിരുന്നാൽ വീട്ടിലെ അടുപ്പ് പുകയില്ല. कई दिनों से इसका कोई इस्तेमाल नहीं हुआ. घर की चक्की जो सारा दिन आटा पिसती है वह निशब्द रहती है. എല്ലാ ദിവസവും ആട്ട പൊടിച്ച് നമുക്ക് റൊട്ടി ഉണ്ടാക്കി തരുന്ന ഉണ്ടാക്കാൻ സഹായിക്കുന്ന, ആട്ട പൊടിക്കാൻ സഹായിക്കുന്ന ഈ ചക്കി കുറേ ദിവസമായിട്ട് മിണ്ടാതെ നിശബ്ദമായിരിക്കുന്നു. കാരണം ഇവിടെ ധാന്യമില്ല. ധാന്യമുണ്ടെങ്കിലേ നമ്മൾ ആട്ട ചക്കിയിലിട്ട് പൊടിച്ച് റൊട്ടി ഉണ്ടാക്കുള്ളൂ. जहाँ खाना नहीं होता वहाँ दीप जलाने के लिए तेल की संभावना नहीं तो वहाँ छोटे कीड़ों का होना असंभव है. ധാന്യമില്ലാതിരിക്കുമ്പോൾ പിന്നെ അവിടെ ദീപം കത്തിക്കാനുള്ള, എണ്ണ വാങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? എണ്ണ വാങ്ങേണ്ട അവസ്ഥ വരുന്നില്ല. തോ വഹാം, എണ്ണയില്ലെങ്കിൽ ദീപമില്ലെങ്കിൽ ചോട്ടെ കീടങ്ങളോ പ്രാണികളൊന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. ഇസസെ ചിക്കലി പരേശാൻ ഹെ, അതുകൊണ്ടാണ് അവിടെ ചിക്കലി, പല്ലികൾ സങ്കടപ്പെടുന്നത്. എന്തുകൊണ്ടാ? പല്ലികൾക്കുള്ള ആഹാരം കീടങ്ങളാണ്. ആ കീടങ്ങളെ കിട്ടാനില്ല. അപ്പോൾ ഒരു ദാരിദ്ര്യം കാരണം എത്ര പേരാണ് അതിൽ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇസ്ലിയെ കീടോं को तलाशते हुए दीवार पर घूम रहे हैं. അല്ല, ദീവാറില് ചുമരില് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനാവശ്യമായ ഭക്ഷണത്തിന് വേണ്ടി. ആര്? നമ്മുടെ ചിപ്കലി. घर में कोई खाद्य वस्तु नहीं है इससे चूहे भी हार गए हैं. അതായത് വീട്ടിൽ കഴിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ചൂഹ, എലിയും തോറ്റുപോയിരിക്കുന്നു. पहले चरण में अकाल के वातावरण में एक ग्रामीण निर्धन परिवार की कारुणिक दशा का सहानुभूतिपूर्वक मार्ग चित्रण हुआ है. अकाल की स्थिति बड़ी दयनीय होती है. ആദ്യത്തെ ഈ പാർട്ടിൽ പറയുന്നത് ദാരിദ്ര്യം, പട്ടിണിയുള്ള ഒരു ഗ്രാമത്തിലെ ഒരു നിർധനരായിട്ടുള്ള പാവമായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ കരുണാകരമായിട്ടുള്ള നമുക്ക് സഹാനുഭൂതി തോന്നിക്കുന്ന ഒരു ഫാമിലിന്റെ ചിത്രമാണ് നമുക്ക് ആദ്യത്തെ പാർട്ടിൽ കാണുന്നത്. അപ്പോൾ അവിടെ അകാൽക്കി സ്ഥിതി ബടി ദയനീയ അല്ലെ? ദാരിദ്ര്യം പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പട്ടിണി എന്ന് പറയുന്നതാണ് ഏറ്റവും ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്തിനാണ്? നമുക്ക് പട്ടിണി മാറ്റി നമ്മുടെ ആരോഗ്യം ഉണ്ടാക്കാനും ആഹാരം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാനാണ്. അതിനാണ് നമ്മൾ സമ്പാദിക്കുന്നത്. അതില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നുമില്ല. അതുപോലെയാണ് ഇവിടെ ഒരു സാധാരണ പരിവാർ, ഒരു സാധാരണ കുടുംബത്തിലെ ഗ്രാമത്തിൽ അനുഭവിക്കുന്ന ഒരവസ്ഥ, പട്ടിണി മൂലം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ 4 വരി നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു സാധാരണ ഒരു ഫാമിലി
അവിടെ ഒരു മുറ്റത്തൊരു അടുപ്പ്, അത് പുകയാതിരിക്കുന്നു, അടുത്തൊരു ചക്കി ഇരിക്കുന്നു, അങ്ങനെ പിന്നെ അവിടെ ചിക്കലി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിലാണ് നമ്മുടെ കവിയുടെ വിജയം എന്ന് പറയുന്നത്. കാരണം ആ കവിത വായിക്കുമ്പോൾ അങ്ങനെ ഒരു രൂപം, അങ്ങനെ ഒരു ആ സിറ്റുവേഷൻ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ കവി വിജയിച്ചിരിക്കുന്നത്. इनी अकाल पीड़ित के लिए चूल्हा जलना एक चमत्कारिक घटना हो जाती है അല്ലെ. അകാൽ പീഡിത, അകാൽ പട്ടിണി കാരണം പീഡിക്കപ്പെട്ട് അനുഭവിച്ച് ദാഹിച്ച് വലഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി അലയുന്നവർക്ക് ഒരു അടുപ്പ് കത്തുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അതാണ് അടുത്തത്. അകാൽ കാ പ്രഭാവ് ചിക്കലിയോം പർ ബി പടുത്താ ഹെ ജോ ബിനാ ഖാന ഖായേ ബിൽക്കുൽ ശിഥിൽ ഹോ ഗയി ഹെ അല്ലേ. ഈ പട്ടിണി കാരണം മനുഷ്യന്മാർ മാത്രമല്ല അനുഭവിക്കുന്നത്, പല്ലികൾ പോലും. ചിക്കലി കാനി നാം കി കുത്തിയ ജോ ഹർ റോസ് ലോഗോं को घर से अनाज खाती थी आज अकाल के कारण वह भी शांत है. കാനി എന്നുള്ള കുത്തിയ എല്ലാ ദിവസവും ഈ വീട്ടിൽ നിന്നും ധാന്യങ്ങൾ കഴിക്കുന്നു, പക്ഷേ ഭക്ഷണം കഴിക്കുന്നു, എപ്പോഴും അതിന് ഭക്ഷണം കൊടുക്കുന്നു ഈ വീട്ടുകാർ. പക്ഷെ വീട്ടുകാർക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ പിന്നെ ഈ കുത്തിയേക്ക് കൊടുക്കാൻ അവരുടെ ഉണ്ടോ? ഇല്ല. ദൂസരി ചാർ പങ്ക്തിയോ മേക് നയി സുബഹ് കാ വർണ്ണൻ ഹെ. അടുത്ത 4 വരിയിൽ ഒരു മോർണിംഗ്, പുതിയൊരു ദിവസം, പുതിയൊരു ദിനത്തിന്റെ വർണ്ണനയാണ്. അകാൽ വന്നു, ദാരിദ്ര്യം വന്നു, അടുത്തത് ദാരിദ്ര്യത്തിന് ശേഷമുള്ള, അതാണ് അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയുടെ പേര്. ആ 4 വരിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. दूसरे चरण में अकाल की बाद की स्थिति का वर्णन है. പട്ടിണിക്ക് ശേഷമുള്ള സ്ഥിതിയാണ്. കൈസേ ഘർ മേ അനാജ് പക് രഹേ ഹെ. എങ്ങനെയാണ് വീട്ടിൽ ധാന്യം വെന്തുകൊണ്ടിരിക്കുന്നു, ധാന്യം വെന്ത് നമ്മുടെ ചൂൽഹ കത്തിക്കൊണ്ടിരിക്കുന്നു, അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു. घर के भीतर अन्य गणों के आ जाने पर अकाल की स्थिति के टूटने का चित्रण हुआ है അല്ലേ. വീട്ടിൽ ധാന്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യം പോയി, ദാരിദ്ര്യം നശിച്ചു പോയി, നമ്മുടെ വീട്ടിൽ സന്തോഷം വരും. കൈ ദിനോं के बाद जब घर में चूल्हा जलता है, घर से धुआं निकलता है तो एक प्रकार के सुख की अनुभूति होती है. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലെ അടുപ്പ് പുകയുമ്പോൾ അതിൽ നിന്നും വരുന്ന ആ പുക എന്ന് പറയുന്നത് നമുക്കൊരു സുഖകരമായ ഒരു അനുഭൂതിയായിരിക്കും. ആ പുകയെന്നെ നമുക്ക് വയറ് നിറയുന്ന ഒരു അനുഭൂതിയായിരിക്കും. ലോക ഖുഷി ജാഹിർ കർത്തേ ഹെ ഓർ ഉനെ ലഗ്താ ഹെ കി അബ് ഭൂഖേ നഹി രഹനാ പടേഗ. അപ്പോൾ ആ വീട്ടിൽ അങ്ങനെ ദാരിദ്ര്യത്തിന് ശേഷം ഒരു സന്തോഷം വരുമ്പോൾ ആ വീട്ടിലെ എല്ലാവരും സന്തോഷത്തിലായിരിക്കും. അപ്പോൾ അവർ ചിന്തിക്കുന്നു, ഇനി ഒരിക്കലും ഞങ്ങൾക്ക് വിശന്നിരിക്കേണ്ട ആവശ്യം വരില്ലല്ലോ എന്ന്. चूल्हा जलता देखकर घर के लोग ही नहीं बल्कि घर के सभी परिंदे. അപ്പോ ആ വീട്ടിലെ അടുപ്പ് കത്താത്തത് കൊണ്ട്, ധാന്യമില്ലാത്തത് കൊണ്ട് വീട്ടിലെ ആൾക്കാർ മാത്രമല്ല, വീട്ടിലെ അംഗങ്ങൾ മാത്രമല്ല, ബൽക്കി घर के सभी परिंदे, എല്ലാ പക്ഷി ജീവജാലങ്ങളും, ജീവ് परिंदे जीव കൗവേ ആദി ഖുശീസെ പങ്ക് ഫർഫരാത്തേ ഹെ. അവിടെയുള്ള പക്ഷികളും കാക്കകളും എല്ലാം തന്നെ സന്തോഷം കൊണ്ട് ചിറകടിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഇനി അവർക്ക് ഭക്ഷണം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ്. തഥാ ശാരീരിക രൂപ സെ അപ്നി ഖുശിയാം ജാഹിർ കർത്തേ ഹെ കി ഉനേ ഭി കുച്ച് നാ കുച്ച് ഖാനെ കോ മിലേഗ. അപ്പം അവരെ എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്? അവരുടെ സന്തോഷം അവരുടെ ശരീരത്തിന്റെ ഓരോ ചലനങ്ങളിലൂടെ അവർ കാണിക്കുന്നു, ചിറകടിക്കുന്നു. വളരെ സന്തോഷമായി ചിറകുകൾ പല രീതിയിൽ അടിച്ചവർ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഓ, ഇനി ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഈ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട്. അത്രയാണ് നമ്മുടെ ഈ കവിതയിൽ പറയുന്നത്. ഈ കവിതയിൽ ഇനി നമുക്ക് ഒരുപാട് ഈ കവിതയുടെ മീനിങ് നമുക്ക് തന്നെ ഉണ്ടാക്കാം. നമ്മൾ ഓരോരുത്തർ വായിക്കുമ്പോൾ ആ വായിക്കുന്നവരുടെ ആ മാനസിക സ്ഥിതി കൊണ്ട് നമുക്ക് ഈ കവിതയിൽ നിന്ന് ഒരുപാട് മീനിങ്, നമുക്ക് ഒരുപാട് ഉള്ളടക്കങ്ങൾ, കവി പോലെ ഉദ്ദേശിക്കാത്ത ഉള്ളടക്കങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് കിട്ടിയെന്ന് വരാം. അത് നല്ലൊരു കലാകാരന്റെ മനസ്സുകൊണ്ട് കാണുന്ന ഒരു കവിത എപ്പോഴും ഒരു കലാകാരന്റെ ഹൃദയത്തിൽ നിന്നും വേണം ആ കവിത വായിച്ചെടുക്കാൻ. ഒരു കലാകാരന്റെ സൃഷ്ടിയാണ് കവിത. അപ്പോൾ നമ്മൾ വായിക്കുന്നവരും ഒരു കലാകാരനായി മാറി വേണം ആ കവിതയെ ഉൾക്കൊള്ളാനായിട്ട്. എങ്കിലേ ആ കവിത നമുക്ക് ആസ്വാദകരമാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കവിതയുടെ അവസാനം എന്താണ്? അകാൽ ഓർ ഉസ്കെ ബാദ് കവിതാമേ കവിനെ ഗരീബ്, ബേബസ്,
व्यक्तियों के जीवन में व्याप्त भूखमरी और उससे उभरने का चित्रण अंकित किया गया है. അതാണല്ലോ ഗരീബ്, ദാരിദ്ര്യം, പട്ടിണി, ഒരു അങ്ങനെയുള്ളൊരവസ്ഥയിലൂടെ വിശപ്പ് കാരണം ജീവിതം ഇല്ലാതായ ആ വ്യക്തികളുടെ ആ ഒരു ഫാമിലി, അങ്ങനെ ഒരു കുടുംബത്തെ കുറിച്ചാണ് ഈ അകാൽ और उसके बाद വർണ്ണിച്ചിരിക്കുന്നത്. पिन्यो नागार्जुन की ये कविता भारतीय जनता की समस्याओं के प्रति प्रगर चेतना की कविता है. ഈ കവിത ഭാരതത്തിലെ ജനങ്ങളുടെ പ്രോബ്ലംസ് ഈ കവിതയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഉൻകി കവിത ആം ആദ്മി കെ ജീവൻ കോ സമഗ്രതാ മേ ദേഖ്തി ഹെ. സാധാരണ ജനങ്ങളുടെ ജീവിതം വളരെ ആഴത്തിലേക്ക്, ഗഹരായിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കാണാൻ കഴിയുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ അകാൽ और उसके बाद കവിതയുടെ സാരാംശം എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കേണ്ടതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.